ചില അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ, പോകാൻ ഇറങ്ങിയപ്പോൾ ഇങ്ങനൊരു വാക്ക് പോകാൻ ഇറങ്ങിയവരോ അല്ലെങ്കിൽ യാത്രയാക്കിയവരോ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചത്. നമുക്കൊരിക്കലും തമാശ പറയല്ലോ, അങ്ങനെയൊന്നുമല്ല. അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസിയായി മാറിക്കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ടോണ് മാറുന്നു, മറ്റുള്ളവരുടെ ബ്രദറിനെ കാണുമ്പോൾ ഖനപ്പിച്ച് സംസാരിക്കുന്നു, അതല്ലെങ്കിൽ ഞാൻ വേറൊരു എലീറ്റ് ക്ലാസ് ആണെന്നുള്ള രീതിയിലേക്ക് മാറി. ഹൃദയത്തിൻ്റെ പരിവർത്തനത്തിലൂടെ നമ്മുടെ വാക്കുകളിലും പരിവർത്തനം ഉണ്ടാകുക. ഇവിടെ രണ്ട് പ്രയോഗങ്ങൾ: ഒന്ന് ചീത്ത വൃക്ഷം, രണ്ട് സർപ്പസന്തതികൾ. ഈ രണ്ട് വാക്കുകളിൽ നമുക്ക് മനസ്സിലാകുന്നത് ആ രൂപാന്തരമില്ലാത്ത ഹൃദയത്തിൽ നിന്ന് ഉളവാകുന്ന മോശം വാക്കുകൾ എന്ന അർത്ഥത്തിലാണ്. ദൈവനാമത്തിന് മഹത്വം. മിസ്ക്വോട്ടഡ് വേഴ്സസിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 36 and 37 ആണ്. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയും. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഈ വാക്യം നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുള്ളത്, നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്ക് തമാശയായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ടോക്സ് ഒന്നും നമ്മൾ പാടില്ല. എപ്പോഴും നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള സംഭാഷണങ്ങൾ മാത്രമേ ഏർപ്പെടാനായിട്ട് പാടുള്ളൂ. ഫ്രണ്ട്ലി കോൺവെർസേഷൻസ് ഒന്നും പാടില്ല. വളരെ മിനിമലായിട്ട് സംസാരിക്കണം. ആ നിലയിലൊക്കെ ആ വാക്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ ആണ് നമ്മുടെ രക്ഷയെ ബാധിക്കുന്ന കാര്യം. നമ്മൾ ഓരോ ദിവസവും സംസാരിക്കുന്ന വാക്കുകൾ നമ്മുടെ രക്ഷയെ അഫക്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ നിത്യശിക്ഷാവിധിയിൽ അകപ്പെട്ടു പോയേക്കാം എന്ന നിലയിൽ തന്നെ ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറം പറ്റുക എന്നൊക്കെ പറയുന്ന പോലെ, ഇപ്പോൾ ചില അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ, പോകാൻ ഇറങ്ങിയപ്പോൾ ഇങ്ങനൊരു വാക്ക് പോകാൻ ഇറങ്ങിയവരോ അല്ലെങ്കിൽ യാത്രയാക്കിയവരോ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചത് എന്ന് ചിന്തിച്ച് ഒരായുഷ്കാലം മുഴുവൻ ആ ഒരു കുറ്റബോധത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പോയാൽ സംഭവിക്കുന്നുള്ള ഭയത്തിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും ഈ വാക്യം എന്താണ് പറയുന്നത് നമുക്ക് ചിന്തിക്കാം. തീർച്ചയായിട്ടും വളരെ ബ്രോഡർ പേഴ്സ്പെക്റ്റീവിലാണ് പല ആൾക്കാരും ഈ ഒരു വേഴ്സിനെ എടുക്കുന്നത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കോണ്ടെക്സ്റ്റിൻ്റെ യാതൊരുവിധമായ ബന്ധം പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഇതിനെ ഈ വേഴ്സിനെ മാറ്റി നമുക്ക് ഇഷ്ടമായിട്ടുള്ളതനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കിന് ഈ ഒരു വേഴ്സ് വളരെ പേടിപ്പെടുത്തുന്ന ഒരു വേഴ്സ് പോലെയായിട്ട് പലർക്കും തോന്നിപ്പോകാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാക്യം നമ്മൾ വായിക്കുന്ന ഉടനെ ഐഡിയൽ വേർഡ്സ് എന്നൊരു കാര്യം, അല്ലെങ്കിൽ വെറും വാക്ക്, അതല്ലെങ്കിൽ നിസ്സാര വാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ശരിക്കും ആ ഒരു കോണ്ടെക്സ്റ്റ് നാം പഠിക്കുകയാണെങ്കിൽ മത്തായി സുവിശേഷം 12-ാമത്തെ അധ്യായം 22 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു വലിയൊരു പാസേജ് തന്നെയാണ് ആ ഒരു വേഴ്സിൻ്റെ കോണ്ടെക്സ്റ്റായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. സോ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നതാണ് കാണുന്നുണ്ട്, യേശു ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്നു. നാം പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണത്തിൻ്റെ ആ ഒരു പോഡ്കാസ്റ്റിനകത്ത് ഈ ഒരു കാര്യം നമ്മൾ ടച്ച് ചെയ്തു പോയൊരു കാര്യമാണ്. നമ്മളതൊന്നുകൂടെ ഒന്ന് കണക്ട് ചെയ്ത് പോവുകയാണ് ഇതിനകത്തും. യേശു ഈ വ്യക്തിയെ സൗഖ്യമാക്കിയതിന് ശേഷം പരീശന്മാർ വന്നിട്ട് പറയുന്നുണ്ട്, ഇവനാണെങ്കിൽ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂബിനെ കൊണ്ട് പുറത്താക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ വളരെ ലഘൂകരിച്ച്, തുച്ഛീകരിച്ച്, പുച്ഛിച്ച് പറയുന്ന ഒരു പ്രവണത അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ യേശു പറയുകയാണ്, അവരുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന ഈ ഒരു ദൈവദൂഷണം, ബ്ലാസ്ഫമി, അല്ലെങ്കിൽ അവരുടെയുള്ള മടയത്തരത്തെ യേശു അവിടെ എക്സ്പോസ് ചെയ്യാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതിനുശേഷം പറയുകയാണ്, പരിശുദ്ധാത്മാവിനെതിരെയുള്ള അൺപാർഡൻഡ് സിൻ, അതിനെപ്പറ്റി യേശു പറഞ്ഞതിന് ശേഷം 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നൊരു വാക്യം അവിടെ ഇങ്ങനെയാണ്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് നാം കണ്ടിന്യൂ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു വാക്കിനകത്ത് നിസാര വാക്ക് എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ ഐഡൽ വേർഡ് എന്നുള്ള കാര്യം വരുമ്പോൾ യൂസ്ലെസ് ആയിട്ടുള്ള, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, കെയർലെസ് ആയിട്ടുള്ള വേർഡ്സ് എബൌട്ട് ഗോഡ്, കണക്റ്റിംഗ് ടു ഗോഡ്, ദൈവവുമായിട്ട് ബന്ധത്തിൽ നാം ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. അതാണ് തെറ്റായിട്ടുള്ള കാര്യം. ശരിക്കും ഇത് കണക്ട് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനുള്ള എതിരെയുള്ള ദൂഷണം പോലെ തന്നെ ദൈവത്തെ കെയർലെസ് ആയിട്ട്, ബ്ലാസ്ഫമസ് ആയിട്ട്, അല്ലെങ്കിൽ ദൈവദൂഷണം പറയത്തക്ക രീതിയിൽ നമ്മൾ വെറും വാക്കുകൾ, അർത്ഥമില്ലാത്ത സ്ലാൻഡറസ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നത്
തെറ്റാണ് എന്നുള്ള വാക്കാണ് യേശുവിടെ പറയാൻ തക്കവണ്ണം ഇടയാകുന്നത്. ആ നിസ്സാര വാക്കിന് നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ് യേശുവിടെ കണക്ട് ചെയ്യാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. അതല്ലാതെ നാം പറഞ്ഞൊരു വാക്ക്, അറം പറ്റുന്ന വാക്കുകൾ മുമ്പേ പറഞ്ഞതുപോലെ ആ ഒരു രീതിയിലല്ല യേശു ഈ ഒരു വാക്യത്തെ അവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. നമുക്കൊരിക്കലും തമാശ പറയലോ അങ്ങനെയൊന്നുമല്ല, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസിയായി മാറിക്കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ടോണ് മാറുന്നു, മറ്റുള്ളൊരു ബ്രദറിനെ കാണുമ്പോൾ കനപ്പിച്ച് സംസാരിക്കുന്നു, അതല്ലെങ്കിൽ ഞാൻ വേറൊരു എലീറ്റ് ക്ലാസ് ആണെന്നുള്ള രീതിയിലേക്ക് മാറി ഒരു എന്താണ് വേറൊരു സ്റ്റൈലിലേക്ക് പോകുന്ന രീതിയിലേക്കുള്ള മാറ്റത്തെ പറ്റിയല്ല യേശു അവിടെ പറയുന്നത്. നാം എപ്പോഴും മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ലഘുത്വം, അല്ലെങ്കിൽ ആ ഒരു സാധാരണത്വം, ആ ഒരു സിംപ്ലിസിറ്റി നാം എപ്പോഴും സൂക്ഷിക്കണം. പക്ഷെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം എല്ലാം ദൈവവുമായിട്ട് കണക്ട് ചെയ്ത് ആ രീതിയിലുള്ള വ്യക്തതയുള്ള സിമ്പിളായിട്ടുള്ള വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ള രീതിയിലാണ് യേശു ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. അതെ, നമ്മൾ ദൈവിക കാര്യങ്ങളെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുക എന്നുള്ളൊരർത്ഥത്തിലാണ്. നമ്മളിപ്പോൾ കണ്ട വാക്യത്തിൽ അവർ പറയുന്നു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല. കുറച്ചുകൂടെ നേരത്തെ 12:2 കാണുന്നുണ്ട്, ശബത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ചും ദൈവിക കാര്യങ്ങളെക്കുറിച്ചും ന്യായപ്രമാണത്തെ, ദൈവവചനത്തെ മനസ്സിലാക്കാതെ ആവശ്യമായ ആ ഒരു ഭയഭക്തി കൂടാതെ കാര്യങ്ങളെ മനസ്സിലാക്കുകയും ന്യായരഹിതമായി വിധിക്കുകയും ചെയ്യുന്ന വാക്കുകളെയാണ് യേശുവിടെ അഡ്രസ്സ് ചെയ്ത് പറയുന്നത്. നമ്മളും പലപ്പോഴും ദൈവിക കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും പ്രസംഗവേദിയിൽ സംസാരിക്കുമ്പോൾ, ഇന്നത് സാധാരണ അല്ലാത്തൊരു ഭാഷയാണ്. ആ ഒരു നിലയിലുള്ളൊരു ഭാഷയും വാക്കുകളുമാണ് പലപ്പോഴും സംസാരിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ്, സാധാരണക്കാരുടെ ഭാഷയിലാണ് യേശു സംസാരിച്ചത്. സാധാരണക്കാരുടെ ജീവിതങ്ങളിൽ നിന്നുള്ള ഉപമകളാണ് കർത്താവ് സംസാരിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഒരു അനാവശ്യമായ അല്ലെങ്കിൽ കൃത്രിമമായ ഒരു ഗൗരവവും കൃത്രിമമായ ഒരു ടോണും ഒന്നും സ്വീകരിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് നമ്മൾ ഏത് മനോഭാവത്തോടു കൂടെയാണ് ദൈവിക കാര്യങ്ങളെ സംസാരിക്കുന്നത് എന്നുള്ള ഒരു നിലയിലാണ് ഇത് കാണുന്നത്. അത് നമ്മൾ അതിന് മുമ്പിലുള്ള വാക്യങ്ങൾ, 33-ാമത്തെ വാക്യം കാണുമ്പോൾ കാണുന്നത്, ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലതെന്ന് വെപ്പീൻ, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന് വെപ്പീൻ, ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. അപ്പോൾ ഇവിടെ ഫലത്തെക്കുറിച്ചല്ല, വൃക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായും അതിനെക്കുറിച്ചാണ് പറയുന്നത്. 34-ാം വാക്യത്തിൽ പറയുന്നു, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കാൻ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിന് നല്ലോ വായി സംസാരിക്കുന്നു. അപ്പോൾ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ഇവിടെ അഭിസംബോധന ചെയ്തത്. കേവലം നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ രക്ഷയുടെ ഗതിയെ തിരിച്ചുവിടാൻ പറ്റുമെന്നുള്ള അർത്ഥത്തിലല്ല. കേവലം നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുകയും അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ശിക്ഷാവിധിയിലകപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള നിലയിലല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? ഹൃദയം നിറഞ്ഞാണ് വായി പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഹൃദയം മോശമാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന വാക്കുകൾ മോശമായിരിക്കും. മോശം വാക്കുകൾ നമ്മുടെ മോശം ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാകണം. ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാകാതെ കേവലം വാക്കുകളിൽ പരിവർത്തനം ഉണ്ടായതുകൊണ്ട് അർത്ഥമില്ല എന്ന നിലയിലാണ് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകൾക്ക് ഒരു ഇറ്റേണൽ വെയിറ്റ് ഉണ്ട്. നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, നമ്മൾ യേശുവിനെ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നാം സുവിശേഷം പ്രസൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അതിനകത്തൊക്കെ ഒരു വെയിറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം, ഗൗരവം കൊടുക്കേണ്ട പല കാര്യങ്ങൾക്കും ഗൗരവം കൊടുക്കാതെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ സുവിശേഷത്തെയൊക്കെ വളരെ ലഘൂകരിച്ച് സംസാരിച്ചിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി കനപ്പിച്ച് കടുപ്പമേറിയ ഗൗരവമേറിയ കാര്യം പോലെ നാം ചിത്രീകരിക്കാറുണ്ട്. പക്ഷേ യേശു പറയുന്നത് ആ ഒരു രീതിയിലല്ല. സുവിശേഷം പറയുമ്പോൾ അതിനകത്തൊരു ഘനത്വം ഉണ്ടാകണം, അതിനകത്തൊരു സീരിയസ്നെസ് ഉണ്ട്, എപ്പോഴും ഉണ്ട്. പക്ഷേ സംസാരിക്കുമ്പോൾ ആ ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിൽ നിസ്സാരമായ വാക്കുകൾ ഉപയോഗിക്കാതെ നമ്മുടെ ജീവിതത്തെയും കാത്തു സൂക്ഷിക്കണം. മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്ന ആ ഒരു ഹൃദയം നിറഞ്ഞ് കവിയുന്ന എന്താണെന്നുള്ള കാര്യം നാം എപ്പോഴും ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ഗാഢരായുള്ളൊരു ഹൃദയം നമുക്കെപ്പോഴും ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നാം അന്ത്യന്യായവിധിയിൽ നാം ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് തന്നെ വരും. നമ്മൾ റോമാലേഖനമൊക്കെ വായിക്കുമ്പോൾ നാം പറയുന്ന ഓരോ നിസ്സാര വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മൾ നിസ്സാര എന്നൊരു വാക്ക്, അല്ലെങ്കിൽ എന്താണ്
വളരെ ലഘൂകരിച്ച് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഗാർഡിങ് യുവർ ഹാർട്ട്, ഗാർഡിങ് യുവർ മൗത്ത്, ഗാർഡിങ് യുവർ ടങ്, പ്രൊട്ടക്റ്റിംഗ് യുവർ സെൽഫ് ഫ്രം സ്ലാൻഡറസ് ടോക്ക്, ഇതൊക്കെ നമുക്ക് ഇതിലായിട്ട് കണക്റ്റഡായിട്ട് ഒരു വിശുദ്ധിയുള്ള ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു വലിയൊരു മെസ്സേജ് തന്നെയാണ് യേശു ഈ ഒരു വാക്കിനകത്ത് നമ്മോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതെ, ഹൃദയത്തിൻ്റെ പരിവർത്തനത്തിലൂടെ നമ്മുടെ വാക്കുകളിലും പരിവർത്തനം ഉണ്ടാകുക. ഇവിടെ രണ്ട് പ്രയോഗങ്ങൾ, ഒന്ന് ചീത്ത വൃക്ഷം, രണ്ട് സർപ്പസന്തതികൾ. ഈ രണ്ട് വാക്കുകളിൽ നമുക്ക് മനസ്സിലാകുന്നത് രൂപാന്തരമില്ലാത്ത ഹൃദയത്തിൽ നിന്ന് ഉളവാകുന്ന മോശം വാക്കുകൾ എന്ന അർത്ഥത്തിലാണ്. നമ്മുടെ വാക്കുകൾ മാത്രം മാറ്റിയത് കൊണ്ട് നമുക്ക് ഹൃദയത്തിൻ്റെ രൂപാന്തരം ഉണ്ടാകത്തില്ല. മറിച്ച് ഹൃദയത്തിൻ്റെ രൂപാന്തരം ഉണ്ടായാൽ അത് വാക്കുകളിൽ പ്രതിഫലിക്കും. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്നും തീയത് പുറപ്പെടുവിക്കുന്നു. സോ എന്താണ് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത്, ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് യേശുവിടെ അഭിസംബോധന ചെയ്യുന്നത്. അതിൽ നിന്നാണ് വാക്കുകൾ, ചീത്ത വാക്കുകളും നല്ല വാക്കുകളും പുറപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് പോലെ, അല്ലെങ്കിൽ പലരും ചിന്തിക്കാറുള്ളത് പോലെ, നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും സൃഷ്ടിക്കാനോ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും നശിപ്പിക്കാനോ കഴിയുമെന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ സംസാരിക്കുന്നത്. മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ എന്താണോ നിറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ വെളിവാക്കുന്നു എന്ന നിലയിലാണ്. അതുപോലെ ന്യായവിധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും രക്ഷയ്ക്ക് നമ്മൾ അനുദിനം സംസാരിക്കുന്ന വാക്കുകൾ നമ്മുടെ രക്ഷയെ നിർണ്ണയിക്കുന്ന നിലയിലല്ല. ഇവിടെ വിശ്വാസികളുടെ ന്യായവിധിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ന്യായവിധി, അന്ത്യശിക്ഷാവിധി ഉണ്ട്. വിശ്വാസികൾക്ക് ക്രിസ്തുവിനെ തിരസ്കരിച്ചവർക്ക് നിത്യശിക്ഷാവിധി ഉണ്ടാകും. എന്നാൽ രക്ഷിക്കപ്പെട്ടവരുടെ ന്യായവിധി, രക്ഷിക്കപ്പെട്ടവർക്ക് പ്രതിഫലങ്ങൾ വിഭാഗിക്കുന്ന, രക്ഷിക്കപ്പെട്ടവരെ അവരുടെ പ്രവൃത്തികളെ വാക്കുകളെ ശോധന ചെയ്യുന്ന ന്യായവിധിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ന്യായവിധി എന്ന് പറയുന്നത് നമ്മുടെ ഓരോ വാക്കുകളും അന്ത്യശിക്ഷാവിധിയിലേക്ക് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഇത് നമ്മുടെ വിശ്വാസികളുടെ വിധിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈഹലോക ജീവിതത്തിൽ നമുക്ക് വരുന്ന അനർത്ഥങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ നമ്മുടെ വാക്കുകൾ കൊണ്ട് നിർണ്ണയിക്കുന്ന അർത്ഥത്തിലുമല്ല. വിശ്വാസികൾക്കുണ്ടാകുന്ന അന്ത്യന്യായവിധിയിൽ നമ്മുടെ വാക്കുകൾ പരിശോധിക്കപ്പെടും. ആ വാക്കുകൾ ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലും ആ പരിവർത്തനം ഉണ്ടാകണമെന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് ഈ വാക്യത്തെ മനസ്സിലാക്കാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഹൃദയം ഒന്നുകൂടെ ഒന്ന് ക്ലെൻസ്ഡ് ആകണം. നമ്മുടെ ഹൃദയത്തെ ദൈവവചനവുമായിട്ടൊന്നുകൂടെ അലൈൻഡായിട്ട് സത്യം സംസാരിച്ച് നമ്മുടെ ഹൃദയങ്ങൾ വിശുദ്ധിയും നീതിയും നിറഞ്ഞതായി നമ്മുടെ ക്രിസ്തു അനുരൂപരായിട്ടുള്ള വാക്കുകൾ സംസാരിച്ചുകൊണ്ട് വിശുദ്ധിയോടെ നിലനിർത്താൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ തളർത്തുവാനും പറ്റും. സോ മേക്ക് ഷുവർ നമ്മുടെ വാക്കുകളെല്ലാം കൃപയോടുകൂടിയതും പിന്നെ രുചി വരുത്തിയതും മറ്റുള്ളവരെ പ്രിസർവ് ചെയ്യുന്ന, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന വാക്കുകൾ സംസാരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വേഴ്സുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതായിട്ട്.